സാന്തൻപാറയിൽ വീണ്ടും കാട്ടാന ഭീതി. ആനയിറങ്കലിൽ റേഷൻ കട തകർത്ത ചക്കക്കൊമ്പൻ. ഇന്ന് പുലർച്ചെ 5:30 ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന റേഷൻ കടയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സ്ഥലത്തു നിന്നും അനീഷ് പി എ ചേരുന്നുണ്ട്. അനീഷ്, മനുഷ്യ വന്യജീവി സംഘർഷം തുടർക്കഥയാകുന്നു. കാട്ടാന ആക്രമണങ്ങൾക്ക് അറുതിയില്ല. ഇന്നിപ്പോൾ വീണ്ടും റേഷൻ കട ചക്കക്കൊമ്പൻ തകർത്തിരിക്കുന്നു. വിശദാംശങ്ങൾ അനീഷ്. ഹലോ അനീഷ്, കേൾക്കാമോ? അനീഷ്, മനുഷ്യ വന്യജീവി സംഘർഷത്തിന് അറുതിയില്ലാതെ തുടരുന്നു. കാട്ടാന ആക്രമണങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ജനം. ഇന്നിപ്പോൾ വീണ്ടും റേഷൻ കടയ്ക്ക് നേരെ ചക്കക്കൊമ്പൻ ആക്രമണം നടത്തിയിരിക്കുന്നു. ജനങ്ങൾ ഒന്നടങ്കം ഭീതിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന കൂടുതൽ വിശദാംശങ്ങൾ അനീഷ്? തീർച്ചയായിട്ടും ഇന്ന് രാവിലെ ഏതാണ്ട് 5:30 കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ഉണ്ടായത്. നാരായണങ്കൽ മേഖലയിലേക്ക് എത്തുന്നത്. എത്തിയതിനു ശേഷം നാട്ടുകാർ അപ്പോൾ തന്നെ RRCയെയും വനം വകുപ്പിനെയും ഒക്കെ തന്നെ വിവരം അറിയിച്ചതിലും ഈ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ പ്രതികരണവും ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെയൊക്കെ ഒരു പരാതി. അതിനുശേഷം നാട്ടുകാർ ബഹളം വെച്ച് ആനയെ മേഖലയിൽ നിന്ന് മാറ്റുകയായിരുന്നു. മേഖലയിൽ നിന്ന് മാറ്റിയതിനു ശേഷം ഏതാണ്ട് രാവിലെ 5:30 കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഉണ്ടായത്. റേഷൻ കടയുടെ മുൻഭാഗവും വാതിലുകളും തകർക്കുകയും അകത്തുള്ള റേഷൻ എടുക്കുവാൻ വേണ്ടിയിട്ട് റേഷൻ സഞ്ചി പുറത്തേക്ക് ശ്രമിക്കുകയുമായിരുന്നു. എന്താണെങ്കിലും ഉടൻ തന്നെ ആളുകൾ ബഹളം വെച്ചതിനെ തുടർന്ന് മാറുകയായിരുന്നു. ഇപ്പോഴും സമീപ പ്രദേശത്ത് തന്നെ ആന തുടരുന്നതായിട്ടാണ് നാട്ടുകാർ പറയുന്നത്. വീണ്ടും ഏതാണ്ട് തവണയും ഈ സമാനമായ കടയിലേക്ക് നമുക്കറിയാം, തുടർച്ചയായിട്ട് ആനയിറങ്കലിലെയും ബീൽറാമിലെയും പന്നിയാറിലെയും ഒക്കെ റേഷൻ കടകൾ തുടർച്ചയായി തകർത്തുകൊണ്ടിരുന്ന ഒരു ആനയായിരുന്നു അരിക്കൊമ്പൻ. അങ്ങനെയാണ് ആ ഒരു പേര് വന്നത്. അരിക്കൊമ്പന്റെ വഴിയെ തന്നെ ചക്കക്കൊമ്പനും ഇപ്പോൾ നീങ്ങുന്നതിനുള്ള സൂചനകൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് ഏറ്റവും ആദ്യം അരിക്കൊമ്പന്റെ ചക്കക്കൊമ്പന്റെ റേഷൻ കടയ്ക്ക് നേരെ ഉണ്ടാകുന്നത്. ശേഷം ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷം എങ്കിലും പിന്നീട് മണി എന്ന് പറയുന്ന ഒരാളുടെ കടയ്ക്ക് നേരെയും ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തുകയായിരുന്നു. എന്താണെങ്കിലും ആന ഇപ്പോഴും പരിസര പ്രദേശത്ത് തന്നെ തുടരുകയാണ്. RRC സംഘം ആനയെ നിരീക്ഷിക്കുന്നതാണ് വനം വകുപ്പ് നൽകുന്ന വിവരം. പക്ഷേ വനം വകുപ്പിന്റെയും RRCയുടെയും ഭാഗത്തു നിന്ന് യാതൊരു ഇടപെടലും ഈ കാട്ടാന ശല്യം ഉണ്ടാവുന്നതായിട്ടുള്ള ഒരു ആക്ഷേപവും അനീഷ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് അധികൃതർ നൽകുന്ന വിശദീകരണം എന്താണ്? അനീഷ്, താങ്കൾക്ക് എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആ പ്രദേശത്ത് വൈദ്യുതിക്ക് ചെറിയ പ്രതിസന്ധി ഉണ്ട്, അതാണ് പറയും. ഹലോ അനീഷ്, താങ്കൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? അനീഷ്, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടേ ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ഒരുപാട് ജനവാസ മേഖലയിൽ സ്ഥിരമായിട്ട് വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു സാഹചര്യം, അതുപോലെ തന്നെ വലിയ അധികം നാശനഷ്ടങ്ങൾ വരുന്നു, കൃഷി ദേഹണ്ഡങ്ങൾ നശിപ്പിക്കുന്നു, വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? തീർച്ചയായിട്ടും ആളുകൾ വളരെ വലിയ രോക്ഷത്തിലാണ്. നമുക്കറിയാം, ഏതാണ്ട് 2 മാസം മുമ്പാണ് ബീൽറാമിൽ, ആനയിറങ്കലിന് തൊട്ട് സമീപ പ്രദേശമായ ബീൽറാമിൽ ഒരു വീട്ടമ്മയെ കാട്ടാന ചവിട്ടി കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം മുരുകൻ എന്ന് പറയുന്ന ആളുടെ വീടിന് നേരെ 2 തവണ ആക്രമണം ഉണ്ടാകുന്നു. ഇതിനുശേഷം മറ്റൊരാളുടെ ബീൽറാമിലും 301 കോളനിക്കും സമീപത്തും മറ്റൊരാളുടെ വീടിന് നേരെയും ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുന്നു. ആക്രമണങ്ങൾ വളരെ വലിയ പ്രതിഷേധത്തിലാണ്. ഇപ്പോൾ പുതിയ ഗവൺമെന്റ് വന്നിട്ടുള്ളൂ. ഗവൺമെന്റ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നൊക്കെ തന്നെ പറയുന്നുണ്ടെങ്കിലും
കാര്യമായിട്ടുള്ള യാതൊരുവിധ ഇടപെടലും വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ള ആശ്വാസമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. അതായത് വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ നേരിട്ട് ചിന്നക്കനാലിലെത്തി ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ പഠിക്കുകയും നാട്ടുകാരുമായിട്ട് ഡിബേറ്റ് നടത്തുകയും ഒക്കെ ചെയ്ത് മടങ്ങിയതാണ്. അന്ന് അദ്ദേഹം നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ചിന്നക്കനാലിലെ സ്വതന്ത്ര RRT ടീമിനെ നിയോഗിക്കുമെന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരു RRT ടീമിന്റെ പ്രവർത്തനവും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അവരുടെ പ്രവർത്തനവും സുഗമമായി നടക്കുന്നതായാണ് വനം വകുപ്പ് വൃത്തങ്ങൾ പറയുന്നത്. പക്ഷേ ഇതൊന്നും നാട്ടുകാർ ആശ്വാസമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അതായത് ഈ ആന ഇന്നലെ പന്നിയാറിൽ നിന്നും റാണിയുടെ ഭാഗത്തേക്ക് റേഷൻ കട സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് എത്തുന്നു. അപ്പോൾ തന്നെ രാത്രി ഏതാണ്ട് 9:30 കൂടിയിട്ട് നാട്ടുകാർ വനം വകുപ്പിനെ വിവരം അറിയിക്കുന്നു. എന്നാൽ ഇവരാരും ഇതിനെ തുരത്തുന്നതിനോ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനോ ശ്രമിച്ചില്ല എന്നുള്ള ഒരു ആക്ഷേപമാണ് നാട്ടുകാർ പറയുന്നത്. ഇതിനുശേഷം ഏതാണ്ട് രാവിലെ 5:30 കൂടിയിട്ട് ആന വീണ്ടും എത്തി ഈ റേഷൻ കടയ്ക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു വലിയ ആക്രമണം നടത്തുന്നു. തൊട്ടടുത്ത മണി എന്നുള്ള ഒരാളുടെ കടയും ആന ആക്രമിക്കുന്നു. ഇതിലെല്ലാം തന്നെ നാട്ടുകാരുടെ വലിയ പ്രതിഷേധമാണ് വനം വകുപ്പിനെതിരെ ഉയരുന്നത്. RRTക്കെതിരെയും RRT ടീമിനെതിരെ. ഇപ്പോൾ നമുക്കറിയാം ചിന്നക്കനാലിൽ 2 RRT ടീമുകളാണ് പ്രവർത്തിക്കുന്നത്. ഈ 2 RRT ടീമുകളും ഇത്തരത്തിലുള്ള ഈ ആന വിഷയത്തിൽ ആനയുടെ അല്ലെങ്കിൽ മനുഷ്യ വന്യജീവി സംഘർഷ വിഷയത്തിൽ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ കാര്യക്ഷമമായി നടത്തുവാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. ഷിബിൻ. ശരി അനീഷ്, വിവരങ്ങൾ വ്യക്തമാകുന്നു. ശാന്തൻപാറയിൽ വീണ്ടും കാട്ടാന ഭീതി. ആനയിറങ്കലിൽ റേഷൻ കട തകർത്തിരിക്കുകയാണ് ചക്കക്കൊമ്പൻ. ഇന്ന് പുലർച്ചെ 5:30 ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന റേഷൻ കടയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. തുടർച്ചയായി ഇത് 12ാം തവണയാണ് ഈ റേഷൻ കട ആന തകർക്കുന്നത്. നാട്ടുകാർ ജീവൻ പണയം വെച്ച് കഴിയുമ്പോഴും വനം വകുപ്പും RRTയും തികഞ്ഞ അനാസ്ഥ കാട്ടുകയാണെന്ന രൂക്ഷ വിമർശനവുമായി പ്രദേശവാസികളും രംഗത്ത് വന്നിരിക്കുകയാണ്.